ഹേ ഗായ്സ്, അപ്പോൾ കുറേ പേര് വർഷങ്ങളായിട്ട് സേവ് ചെയ്യുന്നുണ്ടാവും. ബട്ട് അറ്റ് ദ എൻഡ് കാര്യമായിട്ട് എക്സ്ട്രാ ആയിട്ട് അവരുടെ കയ്യിൽ ഒന്നും കാണില്ല. കാരണം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലാവും. സോ അതിൽ മാക്സ് ടു മാക്സ് നമുക്കൊരു 5% ഇൻട്രസ്റ്റ് ആവും കിട്ടുന്നുണ്ടാവുക. ബട്ട് ഇൻഫ്ലേഷൻ 6% വെച്ചിട്ടാണ് വളരുന്നത്. സോ പൈസ ഇൻഫ്ലേഷനെക്കാട്ടും കൂടുതൽ വളരുന്നില്ലെങ്കിൽ യു ഗൈസ് എൻഡ് അപ്പ് ലൂസിങ് ഇറ്റ്. ഈ സിനാരിയോ ഓവർകം ചെയ്യാൻ വേണ്ടി ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇടയിലുള്ളൊരു വെപ്പണാണ് കോമ്പൗണ്ടിങ്. ഇനീഷ്യലി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത പൈസ നമുക്ക് വേണ്ടി ഇൻട്രസ്റ്റ് ഏൺ ചെയ്യും. പിന്നീട് ആ ഇൻട്രസ്റ്റ് നമുക്ക് വേണ്ടി പണിയെടുക്കും. സോ അവിടെയാണ് കോമ്പൗണ്ടിങ്ങിൻ്റെ മാജിക് നടക്കുന്നത്. ഒരു എക്സാമ്പിൾ എടുത്താലോ? ഞാൻ ഇപ്പോൾ ഒരു 10,000 രൂപ 12% ഇൻട്രസ്റ്റ് കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിലോ എന്തെങ്കിലുമോ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഏറെക്കുറെ 11,200 റുപ്പീസ് ആയി. എന്ന് വെച്ചാൽ 12% ഗ്രോത്ത് ആണല്ലോ. സെക്കൻഡ് ഇയർ ആയപ്പോഴേക്കും അത് 12,500 റുപ്പീസ് ആയി. അപ്പോൾ പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 31,000 അടുത്താണ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ 20 വർഷം ആയപ്പോഴേക്കും അത് ഓൾമോസ്റ്റ് 96,000 ആണ് ആയത്. അപ്പോൾ ഇതാണ് മാജിക് ഓഫ് മണി വർക്കിംഗ്. നമുക്ക് വേണ്ടി നമ്മുടെ പൈസ പണിയെടുക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കും. ഇൻ ഷോർട്ട് പറഞ്ഞാൽ അവിടെ കോമ്പൗണ്ടിങ് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, ബിഗിനേഴ്സ് വരുത്തുന്ന ഒരു മിസ്റ്റേക്കാണ്, ഞാനും വരുത്തിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കോമ്പൗണ്ടിങ്ങിനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ഏർലി വിഡ്രോവൽസ് അല്ലെങ്കിൽ ഏർലി പ്രോഫിറ്റ് എടുക്കും. ആ സമയത്ത് അവിടെ കോമ്പൗണ്ടിങ് വർക്കാവില്ല. കോമ്പൗണ്ടിങ് വർക്കാവണമെങ്കിൽ അതിന് ടൈം ആൻഡ് പേഷ്യൻസ് നിർബന്ധമാണ്. അപ്പോൾ ഇനി ലേറ്റ് ആയിട്ടില്ല, തുടങ്ങാൻ താല്പര്യമുള്ളവർ ഇപ്പം തന്നെ തുടങ്ങിക്കോ. സ്റ്റാർട്ട് ടുഡേ, ഫോർഗെറ്റ് ടുമാറോ.